അമ്മേ, കുറെ നേരമായി ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. ഓ, ഒരു വീണവായന. എല്ലാം കൂടി ചവിട്ടി ഒടിച്ചാൻ പുറത്തു കളയും. അമ്മ പോയി കിടന്നോളൂ. മതി മതി. ഇത് കൂടെ അങ്ങോട്ട് കഴിക്കണം ചതി. മതി അപ്പച്ച. മരുന്ന് കഴിക്കാനുള്ള ആരോഗ്യം വേണ്ട നിനക്ക്. ശരിക്കും വല്ല താഴത്തോട്ട് ചെല്ലണം. കഴിക്കണ പന്നി. എങ്ങനെയുണ്ട് ജോൺസൺ? ആ, നല്ല ആഹാരം കഴിക്കണം. ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ്, വെജിറ്റബിൾസ്. അവൻ എങ്ങനെ ചിക്കൻ സൂപ്പ് കഴിക്കണേ? പട്ടരൂട്ടിയല്ലേ നമ്പൂരിശൻ മോരി. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? സ്നേഹം കൊണ്ട് വിളിക്കണ കേട്ടോ. എനിക്ക് ഇവനല്ലാണ്ട് വേറെ ആരല്ല ഈ പന്നി. എന്തെങ്കിലും കഴിക്കുമ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാ. ഡോക്ടർ നമ്പ്യാരോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ എനിക്ക് എന്താ അസുഖമെന്ന് ഡോക്ടർ പറയുന്നില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ സംഗീത ആചാര്യന്മാർക്ക് പോലും വഴങ്ങാത്ത രാഗങ്ങൾ ഉയർന്ന ഷഡ്ജങ്ങളിൽ ആലപിച്ചതുകൊണ്ട് തൊണ്ടയ്ക്ക് ക്ഷതമേറ്റതായിരിക്കും. എന്തിനാ പേരൊക്കെ മാറ്റി പറഞ്ഞത്? റാഫേൽ നല്ല പേരാണല്ലോ. കേട്ടാ ഡോക്ടർ പറഞ്ഞ കേട്ടാ നീയേ? എന്തുട്ടാ പേരാ മാറ്റിയേ? എടാ, എപ്പോഴും നല്ലത് നേരെ വാ നേരെ പോന്നുള്ള വഴിയാണ്. റാഫേൽ വിഷമിക്കണ്ട കേട്ടോ. നമ്പ്യാര് നല്ല ഡോക്ടറാ. കേട്ടല്ല നീയേ? വായ തുറക്കടാ, തുറക്കടാ ഷാബി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഒരു കെട്ടുകഥ പോലെ. അല്ല, ഒരു കണക്കിന് ഇതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൂടെ? കുട്ടികളില്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഈശ്വരൻ അവനെ പറഞ്ഞയച്ചതാണെങ്കിലോ? ഈശ്വരനല്ല, ചെകുത്താൻ അയച്ചത് എന്റെ ജീവിതം തൊലയ്ക്കാൻ. വർമ്മ, ലുക്ക്, സുബ്ബലക്ഷ്മിയിൽ തനിക്ക് കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് റാഫേലിനെ സ്വന്തം മകനായിട്ട് കരുതിക്കൂടെ? തന്റെ ചോരയല്ലെങ്കിലും അവനെ സുബ്ബലക്ഷ്മി പ്രസവിച്ചതല്ലേ? അതാണ് കുഴപ്പം. ഏത് നിമിഷം അവൾ റാഫേലിനെ തിരിച്ചറിയുന്നുവോ ആ നിമിഷം ഞാൻ പിടിച്ചെടുക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് നഷ്ടപ്പെടും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പണ്ട് അപകടമരണമാണെന്ന് എടുത്തെളിയ അവന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പോലും ഞാൻ സമാധാനം പറയേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് നമ്പ്യാരുടെ സഹായം എനിക്ക് വേണം. മനസ്സിലായില്ല. അസുഖം ഭേദമായി അവൻ ഇവിടെ നിന്ന് പോകരുത്. അതിനു മുമ്പ് അവൻ ജീവനൊഴിക്കാൻ പാടില്ല. ഐ വാണ്ട് ടു കിൽ ദാറ്റ് ബാസ്റ്റർഡ്. സ്റ്റുപ്പിഡ്. വാതിൽ മുട്ടിട്ട് അകത്ത് ഒന്നുകൂടെ നിനക്ക്. നമ്പ്യാർ ഡോക്ടറെ കാണാൻ വന്നത് 204 പേഷ്യന്റ് റാഫേൽ വേദന കൂടി നിലവിളിക്കുക. അത് പറയാൻ വന്നതാ. അപ്പൊ മുട്ടണോ തട്ടണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. താൻ പോയിക്കോ, ഡോക്ടർ നോക്കിക്കോളൂ. ചെല്ല്. എന്താടോ? നല്ല വേദനയുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ മുള്ളാണി പെട്ട പോലെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ അധികം സംസാരിക്കണ്ട. ആ, ഓവറാനല്ലേ? അതെ ഡോക്ടർ. ആ 405 പേഷ്യന്റ് ആംബുലൻസിലും കൊടുത്തോ? ഇല്ല ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട്. ഇതുവരെ കൊടുത്തില്ലേ? ഇല്ല. ചെല്ല്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. യൂസ്ലെസ്. ഡോക്ടർ, അതെ, ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ചെല്ല്. അരമണിക്കൂറിനുള്ളിൽ എല്ലാ വേദനയും മാറും. അല്ല, സമയം എത്ര ആയിട്ട് എംഡിക്കുള്ള ചായ കൊണ്ടു കൊടുത്തില്ലേ? മുഖത്ത് കണ്ണില്ലേ? ചായ ഒഴിച്ചോണ്ടിരിക്കുകയല്ലേ? രാവിലെ തന്നെ ഒരു സ്റ്റുപ്പിട്ടും ഗെറ്റൗട്ടും കിട്ടി. ഓ, അത് തനിക്ക് നിത്യവും കിട്ടുന്നതല്ലേ? അതെ, ഇത് കൊണ്ടുപോയി എംഡിയുടെ റൂമിൽ കൊടുത്തില്ലെങ്കിൽ വേറെയും ചില ചെറിയ കേൾക്കേണ്ടി വരും. എന്ത് ജന്മവടാ. അയ്യോ, എംഡിയുടെ ചായ എടുത്ത് കുടിക്കുന്നേ. എന്താ, എംഡിക്ക് മാത്രമേ ചായ കുടിക്കാവോ?
ഒരു തൊഴിലാളി ചായ കുടിച്ചാൽ എന്താ തൊണ്ടേ കൂടെ ഇറങ്ങുകയല്ലേ? ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന വർഗമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചതല്ലേ? ഞാൻ കുടിച്ച കപ്പി തന്നെ അയാൾ കുടിച്ചാൽ മതി. ആഹാ, എന്നെ ബ്ലഡി പുള്ളെന്ന് വിളിച്ചതല്ലേ? എന്റെ വിരല് മുക്കിയ ചായ അയാൾ കുടിച്ചാൽ മതി. പൊള്ളുന്നെങ്കിൽ പൊള്ളട്ടെ, കുഴപ്പമില്ല. മുതലാളിയാണെന്ന് കരുതി ഒരു തൊഴിലാളിയോട് മര്യാദ കടായിട്ട് പെരുമാറുന്നത്. ഒരു തൊഴിലാളിയെ മർദ്ദിച്ചാൽ അറ്റൻഡർ കുടിച്ചതിന്റെ അവശിഷ്ടം ഡയറക്ടർ കുടിക്കേണ്ടി വരും. വലിയ വലിയ മുതലാളിമാരോട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റും? അതാ അതിന്റെ തത്വശാസ്ത്രം. വാതിലി മുട്ടില്ല എന്ന് പരാതി വേണ്ട. എന്താ ഇങ്ങനെ? എങ്ങനെ? ഫയലിന്റെ പുറത്താണോ ചായ കൊണ്ടുവരുന്നത്? ഫയല്, ചായ, ട്രേ. സാധനം 3 എണ്ണമില്ലേ, കൈ 2 എണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ട്രേ ഒഴിവാക്കി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. താങ്ക് യു സർ. ഓടോ. അല്ല, ചായക്ക് മധുരം പാകത്തിനുണ്ടോന്ന്. ഈ ടൈപ്പ് ചായ ഇനിയും വേണോ സാർ? ഓടോ. വേണ്ടെങ്കിൽ വേണ്ട. ഇതെന്ത് കിടപ്പായത്? ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞോ ഇങ്ങനെ കിടക്കാൻ? ഇതിനേക്കാൾ കാണാൻ രസം തലവുത്തര നിൽക്കുന്നതാണ്. പിന്നെ മദ്രാസിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഞാൻ STD വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, നീ ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി എത്തുന്നു. ഐസിലേക്ക് കൊണ്ടുപോകണം. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, ഇനി പേടിക്കാനില്ല. ഡോക്ടർ, ഒരു കാര്യം പറയാനുണ്ട്. കാർലോസ് ഏട്ട പോലീസുകാരെ പിടിച്ചോണ്ടുപോയി. നമ്പ്യാർ ഡോക്ടറുമായിട്ട് വഴിയിൽ വെച്ചൊരു കശവിശം ഉണ്ടായി. ചെറിയൊരു ഉന്തിലും തള്ളിലും തുടങ്ങിയതാ, അവസാനം പൊരിഞ്ഞ തല്ലായി മാറി. തൊണ്ട സ്പെഷ്യലിസ്റ്റിന്റെ തൊണ്ട ഇപ്പൊ വീങ്ങി ഒരു മദ്ദളം പോലെ ആയിരിക്കുക. അല്ല, കാർലോസ് ഏട്ട അടിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ മരുന്ന് ഡോസ് കൂടിപ്പോയി എന്നൊക്കെ കേൾക്കുമ്പോ അത് അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ പോലും എത്രയായാലും ഒരച്ഛനല്ലേ. മാഡം വിളിച്ചു പറഞ്ഞാലേ പോലീസുകാര് കാർലോസ് ഏട്ടനെ വിടൂ.